आला हज़रत 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 आला हज़रत। अस्सलामु अलैकुम व रहमतुल्लाहि तआला व बरकातुहू। अल्हम्दुलिल्लाहि रब्बिल आलमीन वल आक़िबतु लिल मुत्तक़ीन वला उद्वान इल्ला अलल ज़ालिमीन व अला आलिहि व സ്വഹ്ബിഹി വസല്ലമ അജ്മഈൻ അമ്മാ ബഅദ്। ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഈയിടെയായി ചർച്ച ചെയ്യപ്പെട്ടതും പണ്ട് മുതൽക്കേ ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഹു വലിയുല്ലാഹി ദഹ്ലവി. അവരുടെ വിശ്വാസം എന്തായിരുന്നെന്നും അവരുടെ കിതാബുകളിൽ ഉള്ള ചില പരാമർശങ്ങൾ അതിന് നിജസ്ഥിതി എന്തെന്നും ജനങ്ങൾക്കിടയിൽ ഇന്നും പല തെറ്റിദ്ധാരണകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിലുള്ള ഒരു സംശയ നിവാരണമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഷാഹു വലിയുല്ലാഹി ദഹ്ലവിയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ദീർഘമായതിനാൽ തന്നെ 2 വീഡിയോകളായിട്ടാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അതിൽ ആദ്യമായി മഹാനായ ഇമാം ഷാഹു വലിയുല്ലാഹി ദഹ്ലവിയുടെ ചെറിയൊരു ചരിത്രം വിവരിച്ചതിന് ശേഷം ഇമാം ഷാഹു വലിയുല്ലാഹി ദഹ്ലവിയുടെ പേരിൽ ചാർത്തപ്പെട്ട ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ കടത്തിക്കൂട്ടിയ ചില പരാമർശങ്ങൾ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യും. ഇന്ത്യൻ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം 4 ഇന്ത്യൻ പണ്ഡിതന്മാരാണ് ഇന്ത്യ കണ്ട പണ്ഡിതന്മാരിൽ വെച്ച് ഏറ്റവും പ്രമുഖരായ പണ്ഡിതന്മാർ. അതിൽ ഒന്നാമത്തത് മഹാനായ മുജദ്ദിദ് അൽ-ഫിസാനി അഹ്മദ് സർഹിന്ദി റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമൻ അബ്ദുൽ ഹഖ് മുഹദ്ദിസ് ദഹ്ലവി, മൂന്നാമതായി അഹ്മദ് റസാ ഖാൻ ബരൽവി, നാലാമത് ബഹുമാനപ്പെട്ട ഷാഹു വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു. ചരിത്രം പരിശോധിക്കുന്ന ഒരാൾക്ക് വളരെ വ്യക്തമാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ വരെ കടത്തിക്കൂട്ടുകൾ നടത്തിയ ഒരു പശ്ചാത്തലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുപോലെ തന്നെ മഹാനായ ഇമാം ഷാഹു വലിയുല്ലാഹി ദഹ്ലവിക്കും ഈ ഒരു ദൗർഭാഗ്യം വന്നു എന്നത് ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. മഹാനായ ഇമാം ഷാഹു വലിയുല്ലാഹി ദഹ്ലവിയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് മറ്റു വീഡിയോയിൽ ചർച്ച ചെയ്യും. ഇപ്പോൾ ഷാഹു വലിയുല്ലാഹി ദഹ്ലവിയുടെ ചെറിയൊരു ലഘു ചരിത്രമാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ളത്. അബു അബ്ദുൽ അസീസ് വലി ഇബ്നു അബ്ദുറഹ്മാൻ എന്നാണ് അവരുടെ നാമം, അവരുടെ പേര്. അവരുടെ ജനനം 1114 ഹിജ്റ, 1703 മീലാദ് ക്രിസ്താബ്ദത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1176 വഫാത്ത്. അദ്ദേഹം മുസഫർ നഗർ എന്ന് പറയുന്ന ജില്ലയിലെ പുലത്ത് പട്ടണത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുറഹീം എന്ന് പറയുന്ന ഡൽഹി കണ്ട വലിയൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിന്, ഇമാം ഷാഹു വലിയുല്ലാഹിൻ്റെ പിതാവായ അബ്ദുറഹീം അവർക്ക് ഷാഹു വലിയുല്ലാഹി ദഹ്ലവി എന്ന് പറയുന്ന ഒരു കുട്ടി ജനിക്കുമെന്ന് മഹാനായ മുഈനുദ്ദീൻ ജുശ്ശി റളിയല്ലാഹുവിൻ്റെ ഖലീഫയായ ഖുതുബുദ്ദീനുൽ കഅക്കി റളിയല്ലാഹു സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയുകയുണ്ടായി. ആ സ്വപ്നത്തിൽ ഖുതുബുദ്ദീൻ എന്ന പേര് വെക്കണമെന്നും പരാമർശിക്കുകയുമുണ്ടായി. ശേഷം അതുപോലെ മഹാനായ ഷാഹു വലിയുല്ലാഹി ജനിക്കുകയും ഖുതുബുദ്ദീൻ എന്നും അതുപോലെ വലിയുള്ള എന്നും അദ്ദേഹത്തിൻ്റെ പേര് ലഭിക്കുകയും ചെയ്തു. മഹാനായ ഇമാം ഷാഹു വലിയുല്ലാഹി റളിയല്ലാഹുവിൻ്റെ പ്രാഥമിക പഠനം അവരുടെ പിതാവിൽ നിന്നായിരുന്നു. മഹാനായ ഷാഹു വലിയുള്ള അവരുടെ പിതാവിനോട് 15-ാം വയസ്സിലാണ് ബൈഅത്ത് ചെയ്യുന്നത്. ബൈഅത്ത് ചെയ്തുകൊണ്ട് അവർ തസവുവിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. നഖ്ശബന്ദി ത്വരീഖത്തുമായിട്ടും അവരുടെ മശായിഖന്മാരുമായിട്ടും അവരുടെ ഔറാദുമായിട്ടും വളരെ സജീവമായിരുന്നു മഹാനായ ഷാഹു വലിയുള്ള. ശേഷം അവരുടെ പിതാവ് തദ്രീസ് ചെയ്യാനുള്ള, പഠിപ്പിക്കാനുള്ള ഇജാസത്ത് നൽകുകയും മഹാനായ അബ്ദുറഹീം അവരുടെ പിതാവ് രോഗബാധിതനാവുകയും അവസാനം വഫാത്താവുകയും ചെയ്തു. വഫാത്താകുന്ന സമയത്ത് ഷാഹു വലിയുള്ളാഹിൻ്റെ കൈയിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് പല ഉപദേശങ്ങളും നൽകുകയും ചെയ്തു. മഹാനായ ഇമാം ഷാഹു വലിയുല്ലാഹി ദഹ്ലവി 35 വർഷത്തോളം മദ്രസ റഹീമിയ എന്ന് പറയുന്ന അവരുടെ
മദ്രസയിലാണ് അധ്യാപനം നടത്തിയത്. ശേഷം മഹാനായ ഹറമൈനിലെ പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെടണമെന്ന ആഗ്രഹം ജനിക്കുകയും അങ്ങനെ ഹറമയിലേക്ക്, മക്കയിലേക്കും അതുപോലെ തന്നെ മദീനയിലേക്കും അവർ യാത്ര ചെയ്യുകയും അവിടുത്തെ പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെടുകയും അവരിൽ നിന്ന് പല അറിവുകൾ നേടുകയും അവർക്ക് പല അറിവുകൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ശേഷം ബഹുമാനപ്പെട്ട അബൂ ത്വാഹിറുൽ മദനി എന്ന് പറയുന്ന പണ്ഡിതനിൽ നിന്ന് സൂഫികളുടെ ഖിർഖ ആ ഒരു ഇജാസത്ത് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ രചന സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രചന ആരംഭിക്കുന്നത് ഹറമൈനിയിലേക്കുള്ള സഫറിൻ്റെ സമയത്താണ്. പ്രധാനമായിട്ടും ഹറമൈനിയിലേക്കുള്ള സഫർ യാത്ര നടക്കുന്ന അവസരത്തിലും അതിൻ്റെ ശേഷവുമാണ് അദ്ദേഹത്തിൻ്റെ രചന നടക്കുന്നത്. ഹറമൈനിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ രചന നടന്നു എന്ന് പറയപ്പെടുന്ന വിഷയം വളരെയധികം ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അത് പിന്നീട് അതിലേക്ക് പിന്നീട് നമുക്ക് പ്രവേശിക്കാം. അങ്ങനെ ശേഷം പല രചനകളും അദ്ദേഹം രചിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ രചനയിലാണ് അദ്ദേഹം ഒഴുകിയത്. ചരിത്രമായി പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുടെ ഒരു ഡേറ്റ് നമുക്ക് കാണാൻ സാധ്യമല്ല. ഏകദേശം ഒരു ധാരണയുടെ കണക്കനുസരിച്ചാണ് അവരുടെ രചനയുടെ ഓരോ സമയങ്ങളും നമുക്ക് പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1145 ഏകദേശം അവരുടെ അംഫാസുൽ ആരിഫീൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അവസാന കാലത്ത് രചിക്കപ്പെട്ട ഗ്രന്ഥത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ലമഅത്തും അൽത്താഫുൽ ഖുദുസുമൊക്കെ. അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും വളരെയധികം നൈപുണ്യമുള്ള ആളായിരുന്നു. തഫ്സീറിലും അതുപോലെ ഹദീസിലും അഖീദയിലും ചരിത്രങ്ങളിലും അങ്ങനെ പല വിഷയങ്ങളും. അത്തരം വിഷയങ്ങളിൽ തന്നെ അവർക്ക് രചനകളും ഉണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ് അൽ ഫൗസുൽ കബീർ ഫി ഉസൂൽ തഫ്സീർ, ഇസാലത്തുൽ ഖഫ അൻ ഖിലാഫത്തുൽ ഖുലഫ, ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ, അൽ ഖൗലുൽ ജമീൽ, അൽ ഇന്തിബാഹു ഫി സലാസിൽ ഔലിയാ ഇല്ലാ, അതുപോലെ ഇഖ്ദുൽ ജീദ് ഫി അഹ്കാമി തഖ്ലീദ്, അതുപോലെ അൽ ഇൻസാഫ്. മറ്റു പല ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മഹാന്മാരുടെ സഹായം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളാണ് അദ്ദുറു സമീൻ ഫി മുബശ്ശിറാത്തിൽ അമീൻ, ഫയൂദുൽ ഹറമൈൻ, അംഫാസുൽ ആരിഫീൻ, തഅവീലുൽ അഹാദീസ് ഫി റുമൂദി ഖസസുൽ അംബിയാ വൽ മുർസലീൻ, അൽ ഖൈറുൽ കസീർ, അത്തഫീമാത്തുൽ ഇലാഹിയ, അതുപോലെ സ്വതആത്ത്, ലമആത്ത്, ഹമആത്ത്, അതുപോലെ ചില മക്തൂബാത്തുകൾ, അതുപോലെ അത്യബുൻ നിഗം എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ. ഏകദേശം 46ഓളം ഗ്രന്ഥങ്ങൾ, അറിയപ്പെട്ട ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതിന് പുറമെ അറിയപ്പെടാത്ത പല ഗ്രന്ഥങ്ങളും ഉണ്ട്. അത് പലതും നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അധ്യാപകരിൽ ഉസ്താദുമാരിൽ പ്രധാനിയായിരുന്നു അഹ്മദ് ഷനാവി റളിയല്ലാഹു അൻഹു, അതുപോലെ അബൂ ത്വാഹിറുൽ കുർദിൽ മദനി, മുഹമ്മദ് അഫ്ലൽ സിയാൽകോട്ടി. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു ഷാഹ് അബ്ദുൽ അസീസ്, ഷാഹ് റഫീഉദ്ദീൻ, ഷാഹ് അബ്ദുൽ ഖാദർ, ഷാഹ് അബ്ദുൽ ഖനി. ഇവർ 4 പേരും അവരുടെ മക്കളായിരുന്നു. മഹാനായ ഷാ വലിയുല്ലാഹി ദഹലവിയുടെ അതേ പാത പിന്തുടർന്നവരായിരുന്നു അവരുടെ മക്കൾ. അതുപോലെ സയ്യിദ് മുർത്തദ സബീദി ഇഹ്യായിൻ്റെ ഷാരിഹ്, അതുപോലെ ഖാദി സനാഉല്ലാഹിൽ പാനിപ്പത്തി, ഷാഹ് മുഹമ്മദ് ആഷിഖ് പുലത്തി അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശിഷ്യനുമാണ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഖലീഫ, അദ്ദേഹത്തിൻ്റെ ഷരീക്ക്, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൻ എന്ന എല്ലാ മേഖലയിലും അദ്ദേഹം വളരെയധികം അടുത്ത ബന്ധമുള്ളവരായിരുന്നു. അദ്ദേഹത്തിൻ്റെ അൽ ഖൗലുൽ ജരീയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഷാഹു വലിയുള്ളാഹി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നെ ആവാം. ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ ജീവിതം തസവുഫിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ബഹുമാനപ്പെട്ട ഷാ റളിയല്ലാഹു അൻഹു അബ്ദുറഹീം എന്ന അവരുടെ പിതാവിൻ്റെ അതേ സൂഫി മാർഗത്തിൽ ആണ് ജീവിച്ചു പോകുന്നത്, അദ്ദേഹത്തിൻ്റെ മക്കളും കുടുംബക്കാരും. പക്ഷേ ഇസ്മായിലുദ് ദഹ്ലവി, ഷഹീദ് എന്നറിയപ്പെടുന്ന ഇസ്മായിലുദ് ദഹ്ലവി, ബഹുമാനപ്പെട്ട ഷാഹ് വലിയുള്ളാഹിൻ്റെ മകനായ അബ്ദുൽ ഖനി എന്നവരുടെ മകനായ ഷാഹ് ഇസ്മായിലുദ് ദഹ്ലവി, ഇവരുടെ ഈ ഒരു ജീവിതത്തിൽ നിന്നും ഈ ഒരു മാർഗത്തിൽ നിന്നും അവർ വ്യതിചലിക്കുകയും പല പുതിയ വാദങ്ങൾ അവർ കൊണ്ടുവരികയും ചെയ്തു. ഷാഹ് വലിയുള്ളാഹിൻ്റെ ഗ്രന്ഥങ്ങളുടെ തിരിമറികളിൽ ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൈ ഉണ്ട് എന്ന്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഷാഹു വലിയുള്ളാഹിൻ്റെ ചില ശിഷ്യന്മാർ, ചിലവർ ഷിയാക്കളായിരുന്നു, ചിലർ സലഫികളുമായിട്ട് ബന്ധമുള്ളവരുമായിരുന്നു. സലഫികളെ സംബന്ധിച്ചിടത്തോളം ഷാഹു വലിയുള്ള തങ്ങളുടെ ആളാണെന്നും തങ്ങളുടെ തൗഹീദ് പ്രചരിപ്പിച്ച ആളാണെന്നുള്ള ഒരു പ്രചരണം വളരെയധികം നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അവർ തന്നെ മഹാനായ ഷാഹു വലിയുള്ളാഹിൻ്റെ പേരിൽ പല ഗ്രന്ഥങ്ങളും കെട്ടിച്ചമക്കുകയും ഉള്ള ഗ്രന്ഥങ്ങളിൽ തിരുമ നടത്തുകയും ചെയ്തവരായിരുന്നു. അവരിൽ പ്രധാനിയായിരുന്നു ഞാൻ ഈ പറഞ്ഞ ഇസ്മായിലുൽ ദഹലവി എന്ന് പറയുന്ന അബ്ദുൽ ഗനി എന്ന ഷാഹു വലിയുള്ളാഹിൻ്റെ മകൻ്റെ മകൻ. മഹാനായ ഷാഹു വലിയുള്ളാഹിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നിരവധി ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലുള്ള ചില വിഷയങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. ബഹുമാനപ്പെട്ട ഷാഹു വലിയുള്ളാഹി അൽ ഖൗലുൽ ജമീൽ എന്ന ഗ്രന്ഥത്തിൽ ജിഷ്ടി ത്വരീഖത്തിൻ്റെ മശായിഖമാരെ തൊട്ട് ഉദ്ധരിച്ച് പറയുകയാണ്, ഒരാൾ മഖ്ബറയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അയാൾ ഇന്നാ ഫതഹ്നാ ലക സൂറത്ത് ഓതിക്കൊണ്ട് നിസ്കരിക്കണം. പിന്നെ മയ്യത്തിലേക്ക് മുന്നിട്ടുകൊണ്ട് സൂറത്തുൽ മുൽക്ക് ഓതണം. അതുപോലെ ചില ദിക്റുകൾ പറയണം. ഫാത്തിഹ 11 വട്ടം പറയണം. പിന്നീട് യാ റൂഹ് എന്ന് വിളിക്കണം. ഒരു പ്രാവശ്യം ആകാശത്തേക്കും ഒരു പ്രാവശ്യം ഖൽബിലേക്കും ആ റൂഹിൻ്റെ വിളി എത്തുകയും അങ്ങനെ ആ മയ്യത്തിൽ നിന്നും എപ്പോഴാണ് സഹായം ലഭിക്കുന്നത് തന്നിലേക്ക് എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യണം. മയ്യത്തിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ നിൽക്കണമെന്ന് ബഹുമാനപ്പെട്ട അൽ ഖൗലുൽ ജമീൽ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഫുയൂദുൽ ഹറമൈനി എന്ന ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. നബി തങ്ങളെ വിളിച്ചുകൊണ്ട് യാ റസൂലല്ലാഹ് എന്ന് പറയുകയും അഫിൽ അലീന ജിനാക റാഗബീന ഫി ഖൈരിക വഅൻത റഹ്മത്തുൽ ലിൽ ആലമീൻ, നിങ്ങളുടെ ഖൈറിൽ ആഗ്രഹിച്ചവനായിട്ടാണ് ഞാൻ വന്നത്, എന്നെ സഹായിക്കണേ എന്ന് മഹാനായ ഷാഹു വലിയുള്ള പറയുന്നുണ്ട്. ശേഷം അദ്ദേഹം പറയുകയാണ്, എൻ്റെ തട്ടമാരോ വലിക്കുന്നത് പോലെ എനിക്ക് തോന്നി, എന്നെ ഒരു മൂടൽ മൂടി. അങ്ങനെ പല അസറാറുകളും എനിക്ക് വെളിവാവുകയും എന്നെ അള്ളാഹുവിൻ്റെ റസൂൽ വളരെയധികം സഹായിക്കുകയും ചെയ്തു. എന്നിട്ട് എങ്ങനെയാണ് ഞാൻ എൻ്റെ ആവശ്യങ്ങളിൽ സഹായം തേടേണ്ടത് എന്നുകൂടി എനിക്ക് പഠിപ്പിച്ചു തന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് ഫുയൂദുൽ ഹറമൈനിൽ വ്യക്തമാക്കുന്നു. അതുപോലെ അവരുടെ കിതാബ് അംഫാസുൽ ആരിഫീൻ, അതിൻ്റെ ഫിഹ്റസ് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും അസ്ഹാബുൽ ഖുബൂറിനോടുള്ള സഹായത്തേട്ടം, അതുപോലെ കശ്ഫുൽ ഖുബൂർ, ഖബറിൽ നിന്നുള്ള കശ്ഫുകൾ, അതുപോലെ ഔലിയാക്കന്മാരുടെ സഹായികൾ, പല വിഷയങ്ങളും അംഫാസുൽ ആരിഫീൻ അനവധി സംഭവങ്ങൾ അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ അദ്ദുറു സമീൻ എന്ന ഗ്രന്ഥം, അതിൽ മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സ്വപ്നം ഉദ്ധരിക്കുന്നുണ്ട്. അവർ ഷാഹു വലിയുള്ളാഹി ദഹ്ലവി റളിയല്ലാഹുവിൻ്റെ വരവ് കൊണ്ട് സന്തോഷിക്കുകയും റസൂലിൻ്റെ വസ്ത്രമൊക്കെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്വപ്നം. അവിടെ പറയുന്നുണ്ട് മഹാൻ, ഈ സ്വപ്നം കണ്ടതിന് ശേഷമാണ് എനിക്ക് രചനയോടുള്ള ഒരു മനസ്സിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായത് എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു ഗ്രന്ഥമാണ് അൽ ഇന്തിബാഹു ഫി സലാസിൽ ഔലിയ ഇല്ല എന്ന് പറയുന്ന ഗ്രന്ഥം. അതുപോലെ ഹമാഅത്ത് എന്ന ഗ്രന്ഥം. ഇതിൽ വളരെയധികം ഖബറിൻ്റെ ആൾക്കാരോട് സഹായം തേടുന്നതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഇബ്നു ഷാഹർ റളിയല്ലാഹുവിൻ്റെ മകനായ അബ്ദുൽ അസീസ് തങ്ങളുടെ തഫ്സീർ ഫതുഹുൽ അസീസിലും അതുപോലെ കമാലാത്തെ അസീസിലും പല സഹായത്തേട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ അൽ ഖൗലുൽ ജമീലിൽ കശ്ഫുൽ അർവാഹ്, റൂഹുകൾ കശ്ഫ് എങ്ങനെയാണ് വരുന്നതെന്നും അതുപോലെ അസ്ഹാബുൽ കഹ്ഫിൻ്റെ നാമങ്ങൾ ഉരുവിട്ടാൽ തീ കൊള്ളുന്നതിനെ തൊട്ടും അതുപോലെ മുങ്ങി മരിക്കുന്നതിനെ തൊട്ടും അഭയമാണെന്നൊക്കെ പല സംഭവങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് മഹാനായ ഷാഹു വലിയുള്ളാഹിൻ്റെ ചെറിയൊരു ചരിത്രമാണ് നാം മനസ്സിലാക്കിയത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഏതെല്ലാം ഗ്രന്ഥമാണ് അവരിൽ ചാർത്തപ്പെട്ടതെന്നും ഏതെല്ലാം ഗ്രന്ഥത്തിൽ ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ആരാണിതിൻ്റെ പിന്നിലെന്നും അതുപോലെ തന്നെ ഹറമൈനി യാത്രക്ക് മുമ്പ് അവർ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ടോ, ഹറമൈനിന് ശേഷം എന്തെല്ലാം ഗ്രന്ഥങ്ങളാണ് രചിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിഷയം ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. അള്ളാഹു സത്യം പോലെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.